പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുവാ വയറ് ഇറത്തടിച്ച് ചാവുമോ എന്തോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ഇന്നൊരു രസം വെക്കുന്ന വീഡിയോ ആണ്. ഞാൻ ചുമ്മാ ഇരിക്കും, എന്തായാലും എനിക്ക് രസം വെക്കണം. അപ്പോൾ പിന്നെ ഒരു വീഡിയോ കൂടെ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. പ്രത്യേകിച്ച് കണ്ടൻ്റൊന്നും ഇല്ല, അതൊക്കെ തന്നെ നരം പൊട്ടി ചാവും. അപ്പോൾ നമുക്ക് രസം വെക്കാം. അപ്പോൾ രസം വെക്കാൻ വേണ്ടി ഞാനിവിടെ എടുത്തേക്കുന്നത് കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, തക്കാളി ഇത്രയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി കഴുകി നമുക്കൊന്ന് ചതച്ചെടുക്കാം. മിക്സിയിലിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചാലും മതി, പക്ഷേ മിക്സിയിലിട്ട് അടിക്കുന്നേക്കാൾ ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ചതച്ചെടുക്കുന്നത്. നമ്മൾ പണ്ടുള്ളവർ നമ്മൾ അമ്മിക്കല്ലല്ല അരകല്ല് അരച്ചല്ലേ നമ്മൾ മീൻകറിയൊക്കെ വെക്കുന്നത്, എന്തോ നല്ല ടേസ്റ്റാണ് അത്. പക്ഷേ ഇപ്പോൾ എല്ലാം മിക്സിയിലിട്ട് അടിക്കുന്നതിൻ്റെ ആ ടേസ്റ്റ് കിട്ടത്തില്ല. ഇവിടെ അരയിലില്ല, അരയിൽ എന്തായാലും ഒരെണ്ണം മേടിക്കണം. അതിനകത്തൊക്കെ അരച്ച് ചമ്മന്തിയൊക്കെ അരയ്ക്കും, എന്തോ ടേസ്റ്റാലേ. നമ്മുടെ വിഷയം തെന്നി മാറി. അപ്പം നമ്മൾ രസം വെക്കുന്ന പരിപാടിയായിരുന്നു. അപ്പം ആദ്യം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കൊച്ചുള്ളി എല്ലാം കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്. ഗ്യാസ് അടുപ്പ് കത്തിച്ചു, അതിലേക്കൊരു ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് എണ്ണയും കൂടി ഒഴിക്കുക. നമുക്ക് അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പം കുറച്ച് കടുകും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഉലുവ നല്ലതാണ് കേട്ടോ ഉലുവയും കൂടി ഇടുന്നത്. അപ്പോൾ ഉലുവയും കടുവും ഇട്ട് നന്നായിട്ടത് പൊട്ടി വരട്ടെ. അതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളകും കൂടെ അരിഞ്ഞിട്ട് കൊടുക്കാം. നേരത്തെ നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കൊച്ചുള്ളിയും ഇഞ്ചിയും എല്ലാം കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന രസം ഇതല്ല. ഞാൻ ഉണ്ടാക്കുന്നത് നമ്മൾ പച്ചമുളകും കുരുമുളകൊക്കെ ഇട്ടിട്ട് പച്ച കളർ ഇരിക്കുന്ന രസമാണ് കേട്ടോ ഞാൻ കൂടുതൽ വീട്ടിലുണ്ടാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കിയത്. അപ്പോൾ വീഡിയോ കൂടി എടുത്ത്. അപ്പോൾ എന്തായാലും കേക്ക് കൂടുതൽ ഇഷ്ടം നമ്മൾ പച്ച കളറിലെ ആ രസമാണ് കേട്ടോ. അതൊരു പ്രത്യേക ടേസ്റ്റാണ്, എനിക്കിഷ്ടം അതാണ്. അപ്പോൾ എന്തായാലും വീട്ടിൽ ആ ഒരു രസം ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ വീഡിയോ എടുക്കാം. കുറച്ച് പിടിപൊളി എടുത്ത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളി എടുത്ത് നന്നായിട്ട് അരിഞ്ഞ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വരട്ടി, നന്നായിട്ടൊന്ന് ആ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. ഇതിലേക്ക് നമുക്ക് പൊടിയേറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം. അതിന് തന്നെ നമുക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവപ്പൊടി, പിന്നെ കുരുമുളക് പൊടി, ഇത് ഇത്രയും കൂടി ഇട്ടിട്ട് പച്ചമണം പോകുന്നിടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടി കൊടുക്കാം. പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് പുളിവെള്ളം ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അതിലേക്ക് ഉപ്പും കായവും ഇടാൻ മറക്കല്ലും. പിന്നെ ലാസ്റ്റ് ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്. മല്ലിയില ഇടുന്നത് നല്ലതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മൾ രസത്തിൻ്റെ പരിപാടി കഴിഞ്ഞു. അപ്പം ഇതാണ് കേട്ടോ നമ്മളെ വീട്ടിൽ വെക്കുന്ന രസം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടാറ്റാ.